ജനപ്രതിനിധികളുടെ കൂടെ നിന്ന് ആരൊക്കെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. രാജീവ് ഇബ്രാഹിം സാറിന് ഞാൻ അവിടെ വന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ജനപ്രതിനിധികളെ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഇവരൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ തെറി പറഞ്ഞും ചെളി വാരി എറിഞ്ഞും കള്ളന്മാരെ രക്ഷപ്പെടില്ല. കള്ളന്മാരെ നമുക്ക് എത്രയും വേഗം പിടിക്കണം. പൊതു മുതൽ കൊള്ളയടിച്ചവരെ എത്രയും വേഗം പിടിക്കണം. കാണികളുടെ ഇടയിൽ നിന്ന് മാഡം സരസ്വതി ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇതുപോലെ പല അനാചാരങ്ങളുണ്ടായിരുന്നു. ഹിന്ദു വിശ്വാസത്തിൽ ഒരു ദളിത് വിഭാഗത്തെ ക്ഷേത്രങ്ങളിൽ കയറ്റരുതെന്നുള്ള ആചാരത്തിനെതിരെ പദയാത്ര നടത്തി ഒരാൾ. അദ്ദേഹത്തെ ഹിന്ദു അല്ല എന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് വൈസ്രോയിക്ക് കത്തെഴുതി. ശങ്കരാചാര്യരാണ് കത്തെഴുതിയത്. പദയാത്ര നടത്തിയത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ട് ഈ നാമജപ ഘോഷയാത്ര വലിയൊരു കാര്യമല്ല. നമ്മൾ ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ദുഃഖിക്കാനൊന്നുമില്ല. കാര്യങ്ങൾ നവോത്ഥാനം വരുന്നു, അത് മനസ്സുകൊണ്ടുണ്ടാകണം. ഇതിനകത്ത് ഒരു സ്ത്രീ വിരുദ്ധത പറയാൻ സ്ത്രീകളെ തന്നെ തിരഞ്ഞെടുക്കുന്ന തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ടീച്ചർ പറഞ്ഞതിനോട് ഒരു കാര്യത്തിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അയോധ്യയിൽ അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് എന്താണ് റോള്? കേരളത്തിൽ ഗവൺമെൻറ് ഇതിൽ ഇടപെടരുതെന്ന് പറയുന്ന അതേ പ്രിൻസിപ്പിൾ ഇന്ത്യ മുഴുവൻ ഫോളോ ചെയ്യണം. ബീഹാറിലെ സീതാദേവിയുടെ അമ്പലം ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയത്തിൽ മതത്തെ കൂടി കയറ്റിക്കൊണ്ട് വരുന്നതിന് ഉദാഹരണങ്ങളാണ്. അയോധ്യ ഭരിക്കാനല്ല പോയത്, അവിടുത്തെ ട്രസ്റ്റിന്റെ ക്ഷണപ്രകാരം ചടങ്ങിൽ പങ്കെടുക്കാനാ പോയത്. ഇവിടെ മുഖ്യമന്ത്രി വരരുതെന്നോ അവിടെ ഉദ്ഘാടനം നടത്തരുതോ എന്നല്ല പറഞ്ഞ, ഭരിക്കരുതെന്നാ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.